ഫിസിക്സ് ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പ്രവൃത്തിയും ഊർജവും എന്ന ടോപ്പിക്കിനെ കുറിച്ച് കുറെ കാര്യങ്ങൾ ചർച്ച ചെയ്യുകയാണ്. എന്താണ് പ്രവൃത്തി? എപ്പോഴാണ് പ്രവൃത്തി ചെയ്യപ്പെടുന്നു എന്ന് പറയുന്നത്? സാധാരണയായി നമ്മൾ വായിക്കുമ്പോഴും എഴുതുമ്പോഴും ഇരിക്കുമ്പോഴും നടക്കുമ്പോഴും ചിത്രം വരയ്ക്കുമ്പോഴും ടി വി കാണുമ്പോഴും ഭക്ഷണം കഴിക്കുമ്പോഴും ഓടുമ്പോഴും ചാടുമ്പോഴും ഒക്കെ പ്രവൃത്തി ചെയ്യുന്നു എന്ന് പറയാറുണ്ട്. എന്നാൽ ഫിസിക്സിൽ പ്രവൃത്തി ചെയ്യുന്നു അല്ലെങ്കിൽ പ്രവൃത്തി ചെയ്യപ്പെട്ടു എന്ന് എപ്പോഴാണ് പറയപ്പെടുന്നത്? നിങ്ങൾക്കെല്ലാവർക്കും ബലം എന്താണെന്നറിയാം. ബലത്തെക്കുറിച്ച് ചെറിയ ക്ലാസ്സിലെ നമ്മൾ പഠിക്കുന്നതാണ്. എന്താണ് ബലം? ഒരു വസ്തുവിന്റെ അവസ്ഥയ്ക്ക് മാറ്റം വരുത്തുന്നത്. നിശ്ചലാവസ്ഥയിലുള്ള വസ്തുവിനെ ചലനാവസ്ഥയിലേക്ക് മാറ്റം വരുത്തുന്നത് എന്താണോ, അല്ലെങ്കിൽ ചലനാവസ്ഥയിലുള്ള വസ്തുവിന്റെ അവസ്ഥയ്ക്ക് മാറ്റം വരുത്തുന്നത് എന്ന് പറഞ്ഞാൽ ചലനാവസ്ഥയിലുള്ള വസ്തുവിനെ നിശ്ചലാവസ്ഥയിലേക്ക് കൊണ്ടുവരുന്നത് എന്താണോ, അല്ലെങ്കിൽ നിശ്ചലാവസ്ഥയ്ക്കോ ചലനാവസ്ഥയ്ക്കോ മാറ്റം വരുത്താനുള്ള പ്രവണത ഉളവാക്കുകയോ ചെയ്യുന്നത് എന്താണോ അതാണ് ബലം. അതുപോലെ ബലത്തിന് മറ്റെന്തെല്ലാം ചെയ്യാൻ സാധിക്കും? ബലത്തിന് ഒരു വസ്തുവിന്റെ ആകൃതിക്ക് വ്യത്യാസം വരുത്താൻ സാധിക്കും. ഒരു വസ്തുവിന്റെ നീളത്തിന് വ്യത്യാസം വരുത്താൻ സാധിക്കും. ഒരു വസ്തുവിന്റെ വലിപ്പത്തിന് വ്യത്യാസം വരുത്താൻ സാധിക്കും. അപ്പോ ഇതൊക്കെയാണ് ബലം. ഒരു വസ്തുവിന്റെ ആകൃതിക്കോ വലിപ്പത്തിനോ നിശ്ചലാവസ്ഥയ്ക്കോ ചലനാവസ്ഥയ്ക്കോ മാറ്റം വരുത്തുകയോ മാറ്റം വരുത്താനുള്ള പ്രവണത ഉളവാക്കുകയോ ചെയ്യുന്നത് എന്താണോ അതാണ് ബലം. ഈ ബലം ഇംഗ്ലീഷിൽ നമ്മൾ ഫോഴ്സ് എന്നാണ് പറയുക. ഫോഴ്സിന്റെ പ്രതീകമായിട്ട് എഫ്, ക്യാപിറ്റൽ എഫ് എന്ന അക്ഷരമാണ് ഉപയോഗിക്കുന്നത്. ബലം അളക്കാനുള്ള സമവാക്യം ആരാണ് ആദ്യം പറഞ്ഞത്, അല്ലെങ്കിൽ ഏത് നിയമത്തിന്റെ അടിസ്ഥാനത്തിലാണ് ബലം അളക്കുന്നതിനുള്ള സമവാക്യം രൂപീകരിച്ചത് എന്നറിയാമോ? സർ ഐസക് ന്യൂട്ടൺ എന്ന ശാസ്ത്രജ്ഞന്റെ രണ്ടാം ചലന നിയമം. എന്താണ് ഈ രണ്ടാം ചലന നിയമം? ഒരു വസ്തുവിനുണ്ടാകുന്ന ആക്കവ്യത്യാസത്തിന്റെ നിരക്ക് അതിന്മേൽ പ്രയോഗിക്കുന്ന ബാഹ്യബലത്തിന് നേർ അനുപാതത്തിലായിരിക്കും. ആക്കം എന്ന് പറഞ്ഞാൽ നമ്മൾ മൊമെന്റം എന്ന് പറയും. ചലിക്കുന്ന ഒരു വസ്തു മറ്റൊരു വസ്തുവിന്മേൽ ഉളവാക്കുന്ന ആഘാതം, ഇമ്പാക്ട്, അതാണ് ആക്കം. ചലിക്കുന്ന ഒരു വസ്തു മറ്റൊരു വസ്തുവിന്മേൽ ഏൽപ്പിക്കുന്ന അല്ലെങ്കിൽ ഉളവാക്കുന്ന ആഘാതം, അതാണ് ആക്കം. ഇത് കണ്ടുപിടിക്കുന്നത് ആ വസ്തുവിന്റെ പിണ്ഡവും അതിന്റെ പ്രവേഗവും തമ്മിലുള്ള ഗുണനഫലമായിട്ടാണ്. അതായത് ആക്കം സമം ആക്കം, പി എന്ന അക്ഷരം ഉപയോഗിച്ചാണ് സൂചിപ്പിക്കുന്നത്. പി സമം പിണ്ഡം, ഇംഗ്ലീഷിൽ മാസ് എന്ന് പറയും, എം ഗുണം വി. ആക്കം പി സമം എം ഗുണം വി എന്നാണ്. അപ്പൊ ഒരു വസ്തുവിന്റെ മാസ് കൂടുന്നതിനനുസരിച്ചും പ്രവേഗം അഥവാ വെലോസിറ്റി കൂടുന്നതിനനുസരിച്ചും
എന്തിൽ വ്യത്യാസം വരുന്നു? ആക്കത്തിൽ വ്യത്യാസം വരുന്നു. ഈ ഒരു വസ്തുവിനുണ്ടാവുന്ന ആക്ക വ്യത്യാസത്തിന്റെ നിരക്ക് അതിന്മേൽ പ്രയോഗിക്കുന്ന ബാഹ്യ ബലത്തിന് നേർ അനുപാതത്തിലായിരിക്കും. അപ്പോ എം മാസുള്ള ഒരു വസ്തു യു നമ്മൾ സൂചിപ്പിക്കുന്നത് ആദ്യ പ്രവേഗം സൂചിപ്പിക്കുന്നതിനാണ് യു ഉപയോഗിക്കുന്നത്. അപ്പൊ എം മാസുള്ള വസ്തു യു ആദ്യ പ്രവേഗത്തോടു കൂടി ചലിക്കുന്നു എന്ന് വിചാരിക്കുക. കുറച്ച് ബലം പ്രയോഗിച്ചു കഴിയുമ്പോൾ, എഫ് ബലം പ്രയോഗിച്ചു കഴിയുമ്പോൾ ആദ്യ പ്രവേഗം വി ആയി മാറുന്നു. അതായത് പ്രവേഗം കൂടുന്നു. അപ്പൊ വസ്തുവിന്റെ ആദ്യ ആക്കം P1 സമം M ഇൻറ്റു യു. വസ്തുവിന്റെ അന്ത്യ ആക്കം P2 സമം M ഇൻറ്റു വി. ആക്ക വ്യത്യാസം P2 മൈനസ് P1, അന്ത്യാക്കം മൈനസ് ആദ്യാക്കം സമം M ഇൻറ്റു വി മൈനസ് M ഇൻറ്റു യു സമം M ഇൻറ്റു വി മൈനസ് യു. ഇത്രയും ആക്ക വ്യത്യാസം സംഭവിക്കുന്നത് ടി സമയം കൊണ്ടാണെന്ന് വിചാരിക്കുക, ടൈം ടി. അപ്പോ ആക്ക വ്യത്യാസത്തിന്റെ നിരക്ക് എന്ന് പറഞ്ഞാൽ ഒരു സെക്കൻഡിൽ യൂണിറ്റ് സമയത്തിൽ ഉണ്ടാവുന്ന ആക്ക വ്യത്യാസത്തെയാണ് ആക്ക വ്യത്യാസത്തിന്റെ നിരക്ക് എന്ന് പറയുന്നത്. അപ്പോ ആക്ക വ്യത്യാസത്തെ സമയം കൊണ്ട് ഭാഗിക്കണം. ആക്ക വ്യത്യാസത്തെ സമയം കൊണ്ട് ഭാഗിക്കുമ്പോൾ ആക്ക വ്യത്യാസത്തിന്റെ നിരക്ക് കിട്ടും. അപ്പോ ആക്ക വ്യത്യാസം എം ഇൻറ്റു വി മൈനസ് യു ഭാഗം ടി സമയം. ന്യൂട്ടന്റെ രണ്ടാം ചലന നിയമം അനുസരിച്ച് ഒരു വസ്തുവിന്മേൽ പ്രയോഗിക്കുന്ന ബലം അതിന്റെ ആക്ക വ്യത്യാസത്തിന്റെ നിരക്കിന് നേർ അനുപാതത്തിലാണ്, സമാനുപാതത്തിലാണ്. അപ്പോ പ്രയോഗിക്കുന്ന ബലം എഫ് സമാനുപാതത്തിലാണ് എം ഇൻറ്റു വി മൈനസ് യു ഭാഗം ടി. ഇതിൽ എന്താണ് വി മൈനസ് യു ഭാഗം ടി? ഇതെന്താ? വി അന്ത്യപ്രവേഗം മൈനസ് യു ആദ്യപ്രവേഗം ഭാഗം സമയം. പ്രവേഗ വ്യത്യാസത്തിന്റെ നിരക്കാണത്. പ്രവേഗ വ്യത്യാസം ഭാഗം സമയം, അതായത് ത്വരണം, ആക്സിലറേഷൻ. അപ്പോ ഇവിടെ എഫ് സമാനുപാതത്തിൽ അല്ലെങ്കിൽ നേരനുപാതത്തിൽ എം ഇൻറ്റു എ എന്ന് കിട്ടും. എഫ് നേരനുപാതത്തിലാണ് എം ഇൻറ്റു എ. ഇതിനെ നമുക്ക് ഒരു സമവാക്യമാക്കി മാറ്റേണ്ടതുണ്ട്. അപ്പോ എഫ് സമം ഒരു സ്ഥിരസംഖ്യ കെ ഇൻറ്റു എം എ. കെയുടെ വില 1 ആണെങ്കിൽ, കെയുടെ വില 1 എടുക്കുമ്പോൾ, കെയുടെ വില യൂണിറ്റി ആകുമ്പോൾ എഫ് സമം എം ഇൻറ്റു എ എന്ന് കിട്ടും. ബലം അളക്കുന്നതിനുള്ള സമവാക്യമാണ് എഫ് ഈസ് ഈക്വൽ ടു എം എ. അപ്പോ ഒരു വസ്തുവിന്മേൽ പ്രയോഗിക്കുന്ന ബലം ഏതെല്ലാം ഘടകങ്ങളെ ആശ്രയിച്ചിരിക്കുന്നു? ആ വസ്തുവിന്റെ പിണ്ഡത്തെയും അതിനുണ്ടാകുന്ന എന്തിനേയും ത്വരണത്തെയും ആശ്രയിച്ചിരിക്കുന്നു, ആക്സിലറേഷനെയും ആശ്രയിച്ചിരിക്കുന്നു.
എന്താണ് ബലത്തിന്റെ യൂണിറ്റ്? ഇവിടെ പിണ്ഡത്തിന്റെ യൂണിറ്റ് കിലോഗ്രാം. ഒരു ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്തതാണ്. പിണ്ഡത്തിന്റെ യൂണിറ്റ് കിലോഗ്രാം. ആക്സിലറേഷൻ അഥവാ ത്വരണത്തിന്റെ യൂണിറ്റ് മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. അപ്പോ ബലത്തിന്റെ യൂണിറ്റ് കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. 1 കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ എന്ന് പറയുന്നത് 1 ന്യൂട്ടണാണ്. അപ്പോ എളുപ്പത്തിനായി സർ ഐസക് ന്യൂട്ടന്റെ ബഹുമാനാർത്ഥം നമ്മൾ ബലത്തിന്റെ യൂണിറ്റ് ന്യൂട്ടൺ എന്ന് പറയും. ബലത്തിന്റെ യൂണിറ്റ് ന്യൂട്ടൺ അല്ലെങ്കിൽ കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. ഈ ഭാഗത്തെല്ലാം ചോദ്യങ്ങൾ പ്രതീക്ഷിക്കാവുന്നതാണ്. പിണ്ഡത്തിന്റെ യൂണിറ്റ് കിലോഗ്രാം, ത്വരണത്തിന്റെ യൂണിറ്റ് ആക്സിലറേഷന്റെ യൂണിറ്റ് മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ, അതുപോലെ കിലോഗ്രാം 1 കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ എന്ന് പറയുന്നത് 1 ന്യൂട്ടണാണ്. അപ്പൊ ബലത്തെക്കുറിച്ച് ഏതാണ്ട് ഒരു ധാരണ ഉണ്ടായിട്ടുണ്ട്. ഇനി ഈ ബലം എങ്ങനെയാണ് പ്രവൃത്തി ചെയ്യുന്നത്, അല്ലെങ്കിൽ ബലം എപ്പോഴാണ് പ്രവൃത്തി ചെയ്തു എന്ന് പറയുന്നത്? ഫിസിക്സിൽ ബലം പ്രയോഗിക്കുന്ന വസ്തുവിന് സ്ഥാനാന്തരം ഉണ്ടാകണം. എങ്കിൽ മാത്രമാണ് നമ്മൾ പ്രവൃത്തി ചെയ്തു എന്ന് പറയുന്നത്. നമുക്കൊരു വൃക്ഷത്തിന്മേൽ ബലം പ്രയോഗിക്കാം, നമുക്കൊരു ചുമരിന്മേൽ ബലം പ്രയോഗിക്കാം, ഒരു വലിയ പാറക്കഷ്ണത്തിന് മേൽ നമുക്ക് ബലം പ്രയോഗിക്കാം. അപ്പോഴെല്ലാം തന്നെ അവിടെ സ്ഥാനാന്തരം ഉണ്ടാകുന്നില്ല. സ്ഥാനാന്തരം ഉണ്ടാകണമെങ്കിൽ അത്രയും വലിയ ബലം പ്രയോഗിക്കണം. അപ്പൊ ബലം പ്രയോഗിക്കപ്പെടുമ്പോൾ സ്ഥാനാന്തരം ഉണ്ടാകുന്നില്ല എങ്കിൽ ചെയ്യുന്ന പ്രവൃത്തി, ആ ബലം ചെയ്യുന്ന പ്രവൃത്തി അല്ലെങ്കിൽ ആ ബലം ചെയ്ത പ്രവൃത്തി എന്ന് പറയുന്നത് 0ആണ്, 0. ബലം പ്രയോഗിക്കപ്പെടുന്നുണ്ട്. പ്രയോഗിക്കുന്ന ബലം ഒരിക്കലും 0 അല്ല, 0 അല്ല. പക്ഷേ സ്ഥാനാന്തരം 0ആണ്. എന്നാൽ മേശപ്പുറത്തിരിക്കുന്ന ഒരു വസ്തുവിന്മേൽ, ഒരു പുസ്തകത്തിന്മേൽ, ഒരു ഇൻസ്ട്രുമെന്റ് ബോക്സിന്മേൽ നമ്മളൊരു ബലം പ്രയോഗിക്കുന്നു. അത് ബലത്തിന്റെ ദിശയിൽ ചലിക്കുന്നതായിട്ട് നമുക്ക് കാണാം. അല്ലെങ്കിൽ തറയിലിരിക്കുന്ന ഒരു വസ്തുവിനെ തള്ളി നീക്കുകയോ വലിച്ചു മാറ്റുകയോ ഒക്കെ നമുക്ക് ചെയ്യാൻ സാധിക്കും. മേശപ്പുറത്തിരിക്കുന്ന ഒരു വസ്തുവിനെ ബലം പ്രയോഗിച്ച് മുകളിലേക്ക് ഉയർത്താൻ നമുക്ക് സാധിക്കും. ഇതുപോലെ മുകളിലേക്ക് ഉയർത്താൻ നമുക്ക് സാധിക്കും. അവിടെയെല്ലാം വസ്തുവിന് സ്ഥാനാന്തരം ഉണ്ടാകും. അപ്പോൾ ബലം പ്രയോഗിക്കപ്പെടുന്ന സ്ഥാനത്തിന് അല്ലെങ്കിൽ ബലം പ്രയോഗിക്കപ്പെടുന്ന വസ്തുവിന് സ്ഥാനാന്തരം ഉണ്ടായാൽ മാത്രമേ പ്രവൃത്തി ചെയ്തു എന്ന് ഫിസിക്സിൽ പറയത്തുള്ളൂ. അപ്പൊ എങ്ങനെയാണ് ഫിസിക്സിൽ പ്രവൃത്തി അളക്കുന്നത്? നമുക്ക് നോക്കാം. ഫിസിക്സിൽ പ്രവൃത്തി W, ഇംഗ്ലീഷിൽ വർക്ക് എന്നാണ് പറയുക. W സമം ബലം ഗുണം സ്ഥാനാന്തരം. സ്ഥാനാന്തരം S എന്ന അക്ഷരം ഉപയോഗിച്ചാണ് സൂചിപ്പിക്കുന്നത്. അപ്പോ W സമം F ഗുണം S. F ബലം, S സ്ഥാനാന്തരം. എന്താണ് പ്രവൃത്തിയുടെ യൂണിറ്റ്? ബലത്തിന്റെ യൂണിറ്റ് ന്യൂട്ടൺ. ന്യൂട്ടൺ ഇൻറ്റു ഡിസ്പ്ലേസ്മെന്റ് അഥവാ സ്ഥാനാന്തരത്തിന്റെ യൂണിറ്റ് മീറ്റർ. അപ്പൊ ന്യൂട്ടൺ മീറ്റർ. ഒരു ന്യൂട്ടൺ മീറ്റർ എന്ന് പറയുന്നത് ഒരു ജൂളാണ്. ഒരു ജൂൾ. അപ്പൊ പ്രവൃത്തിയുടെ യൂണിറ്റ് ജൂൾ. ഒരു ന്യൂട്ടൺ മീറ്റർ സമം ഒരു ജൂൾ.
നമുക്കൊരു ഗണിത പ്രശ്നം നിർദ്ധാരണം ചെയ്ത് നോക്കിയാലോ. ഒരു വസ്തുവിൽ 10 ന്യൂട്ടൺ ബലം തുടർച്ചയായി പ്രയോഗിക്കുന്നു. വസ്തുവിന് 2 മീറ്റർ സ്ഥാനാന്തരം ഉണ്ടാകുന്നുവെങ്കിൽ ഈ ബലം, പ്രയോഗിച്ച ബലം ചെയ്ത പ്രവൃത്തി എത്രയാണ്? ഒരു വസ്തുവിന്മേൽ 10 ന്യൂട്ടൺ ബലം തുടർച്ചയായി പ്രയോഗിക്കുമ്പോൾ 2 മീറ്റർ സ്ഥാനാന്തരം ഉണ്ടാകുന്നു എങ്കിൽ വസ്തുവിന്മേൽ പ്രയോഗിക്കപ്പെട്ട ബലം ചെയ്ത പ്രവൃത്തി എത്രയാണ്? ഇവിടെ ബലം F സമം 10 ന്യൂട്ടൺ, സ്ഥാനാന്തരം S 2 മീറ്റർ, ചെയ്ത പ്രവൃത്തി W സമം F ഗുണം S, അതായത് 10 ഗുണം 2 ന്യൂട്ടൺ മീറ്റർ, അതായത് 20 ന്യൂട്ടൺ മീറ്റർ. ഒരു ന്യൂട്ടൺ മീറ്റർ എന്ന് പറയുന്നത് ഒരു ജൂളാണ്. അപ്പൊ 20 ജൂൾ. അപ്പൊ ഇവിടെ 10 ന്യൂട്ടൺ ബലം തുടർച്ചയായി വസ്തുവിന്മേൽ പ്രയോഗിച്ചപ്പോൾ 2 മീറ്റർ സ്ഥാനാന്തരം ഉണ്ടായി. അതുകൊണ്ട് ആ ബലം ചെയ്ത പ്രവൃത്തി 20 ജൂൾ എന്ന് നമുക്ക് കിട്ടി. ജൂൾ എന്ന് പറയുന്നത് SI സിസ്റ്റത്തിലുള്ള പ്രവൃത്തിയുടെ യൂണിറ്റ് ആണ്. SI സിസ്റ്റത്തിലുള്ള പ്രവൃത്തിയുടെ യൂണിറ്റ്. വലിയ യൂണിറ്റും ഉണ്ട്, കിലോ ജൂൾ. കിലോ എന്ന വാക്ക് എന്തിനാണ് നമ്മൾ ഉപയോഗിക്കുന്നത്? കിലോ എന്ന വാക്ക് 1000 സൂചിപ്പിക്കാനാണ്. കിലോഗ്രാം 1000 ഗ്രാം അല്ലേ? അപ്പൊ ഇവിടെ കിലോ ജൂൾ, പ്രവൃത്തിയുടെ വലിയൊരു യൂണിറ്റ് ആണ് കിലോ ജൂൾ. അപ്പോ 1 കിലോ ജൂൾ, 1 കിലോ ജൂൾ ഇസ് ഈക്വൽ ടു 1000 ജൂൾ ആണ്. 1 കിലോ ജൂൾ സമം 1000 ജൂൾ. അപ്പൊ പ്രവൃത്തിയുടെ യൂണിറ്റ് എന്താണെന്നും പ്രവൃത്തി എങ്ങനെയാണ് കണക്കാക്കുന്നത് എന്നും മനസ്സിലായല്ലോ. ഇത് നമുക്ക് ഒരു വസ്തുവിനെ മുകളിലേക്ക് ഉയർത്തുമ്പോൾ ചെയ്യുന്ന പ്രവൃത്തിയെക്കുറിച്ച് ചർച്ച ചെയ്യാം. ഇപ്പൊ എന്റെ കയ്യിൽ ഒരു ഡസ്റ്റർ ഉണ്ട്. ഈ ഡസ്റ്റർ ഞാൻ മുകളിലേക്ക് ഉയർത്തുകയാണ്. ഈ ഡസ്റ്ററിന്റെ മാസ് M എന്നെടുക്കാം. ഡസ്റ്ററിന്റെ മാസ് M. ഈ മേശപ്പുറത്ത് നിന്ന് H ഉയരത്തിലേക്ക് ഇതിനെ കൊണ്ടുപോകും. ഇത് മുതൽ ഇതുവരെയുള്ള ഉയരം H. അങ്ങനെയാണെങ്കിൽ ഈ വസ്തുവിനെ ഉയർത്താൻ വേണ്ട പ്രവൃത്തി എത്രയാണ്? അപ്പൊ M മാസുള്ള ഒരു വസ്തുവിനെ ഉയർത്തുന്നതിന് വേണ്ട പ്രവൃത്തി എത്രയാണ്? നമുക്കൊന്ന് കണക്കാക്കി നോക്കിയാലോ. നോക്കൂ, പ്രവൃത്തി W സമം F ഗുണം S ആണ്. W സമം F ഗുണം S. F എന്ന് പറഞ്ഞാൽ M ഇൻറ്റു A. ഫോഴ്സ് സമം M ഇൻറ്റു A ഗുണം S. ഇവിടെ A എന്ന് പറയുന്നത് എന്താണ്? ത്വരണമാണ്, ആക്സിലറേഷൻ. ഇവിടെ വസ്തുവിന് എങ്ങനെയാണ് ആക്സിലറേഷൻ ലഭിക്കുന്നത്? ആക്സിലറേഷൻ, അതായത് ത്വരണം എങ്ങനെ ലഭിക്കുന്നത്? ഭൂഗുരുത്വാകർഷണ ബലം കൊണ്ടുള്ള ത്വരണമാണ്. നമ്മൾ ഈ വസ്തുവിനെ മുകളിലേക്കാണ് ഉയർത്തുന്നത്. അപ്പൊ ഈ വസ്തുവിന്മേൽ ഭൂമി ബലം പ്രയോഗിക്കുന്നുണ്ട്. ആ ബലം നൽകുന്ന ത്വരണം ഭൂഗുരുത്വാകർഷണ ത്വരണം, ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ അത് ചർച്ച ചെയ്തതാണ്. അതിന്റെ വില G സമം 9.8 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. 9.8 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. അപ്പോ ഇവിടെ എക്ക് പകരം G ഗുണം എത്ര ഉയരത്തിലേക്കാണ് ഉയർത്തുന്നത്? എത്ര മുകളിലേക്കാണ് കൊണ്ടുപോകുന്നത്? H ഉയരം.
അപ്പോ എസിന് പകരം എച്ച്, എം ജി എച്ച്. അപ്പൊ ഡബ്ല്യു സമം എം ജി എച്ച്. ഡബ്ല്യു സമം എം ജി എച്ച്. എം വസ്തുവിന്റെ മാസ്, ജി ഗ്രാവിറ്റി കൊണ്ടുള്ള ത്വരണം, എച്ച് എത്ര ഉയരത്തിലേക്കാണോ കൊണ്ടുപോകുന്നത്, എച്ച്. അപ്പൊ നോക്കൂ, 100 ഗ്രാം മാസുള്ള ഒരു വസ്തുവിനെ 100 ഗ്രാം മാസുള്ള ഒരു വസ്തുവിനെ 1 മീറ്റർ മുകളിലേക്ക് ഉയർത്തണമെങ്കിൽ ചെയ്യേണ്ട പ്രവൃത്തി എത്രയാണ്? 100 ഗ്രാം മാസുള്ള വസ്തുവിനെ 1 മീറ്റർ മുകളിലേക്ക് ഉയർത്തണം. അതിനുവേണ്ടി എത്ര പ്രവൃത്തി ചെയ്യണം? നമുക്കൊന്ന് നിർദ്ധാരണം ചെയ്താലോ. എം സമം 100 ഗ്രാം. എന്താണ് 100 ഗ്രാം? നമുക്കറിയാം 100 ഗ്രാം എത്രയാണ്. അതായത് മാസിന്റെ CGS സിസ്റ്റത്തിലുള്ള CGS സെന്റിമീറ്റർ ഗ്രാം സെക്കൻഡ്. സെന്റിമീറ്റർ ലെങ്തിന്റെ യൂണിറ്റ് ആണ്, ഗ്രാം മാസിന്റെ യൂണിറ്റ് ആണ്, സെക്കൻഡ് ടൈമിന്റെ യൂണിറ്റ്. SI സിസ്റ്റം പോലെ മറ്റൊരു സിസ്റ്റമാണ് CGS. CGS സിസ്റ്റത്തിലുള്ള മാസിന്റെ യൂണിറ്റ് ആണ് ഗ്രാം. പക്ഷെ നമ്മൾ കണക്കുകൾ ചെയ്യുമ്പോൾ, ഫിസിക്സിൽ കണക്കുകൾ ചെയ്യുമ്പോൾ എല്ലാ യൂണിറ്റുകളും SI സിസ്റ്റത്തിലായിരിക്കണം. അപ്പൊ ഗ്രാമിനെ കിലോഗ്രാമിലേക്ക് മാറ്റണം. SI സിസ്റ്റത്തിൽ മാസിന്റെ യൂണിറ്റ് കിലോഗ്രാം ആണ്. അപ്പൊ കിലോഗ്രാമിലേക്ക് മാറ്റാൻ എന്താ ചെയ്യുക? ഗ്രാമിനെ കിലോഗ്രാമിലേക്ക്, ഗ്രാം ചെറിയ ഒരു യൂണിറ്റ് ആണ്, അതിനെ വലിയ യൂണിറ്റ് ആക്കി മാറ്റണം. അപ്പൊ 1000 കൊണ്ട് ഭാഗിക്കണം. അപ്പോ 100 ഭാഗം 1000 സമം 0.1 കിലോഗ്രാം. അപ്പൊ മാസ് 0.1 കിലോഗ്രാം. ഇനി ജിയുടെ വില 9.8 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണ്. നമുക്ക് കാൽക്കുലേഷൻ എളുപ്പത്തിന് വേണ്ടി ഇതിനെ ഈ 9.8 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയറിനെ ഏതാണ്ട് 10 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ എന്നെടുക്കാം. ഇനി എച്ച് എത്രയാണ്? എച്ച് ഈസ് ഈക്വൽ ടു 1 മീറ്റർ. അപ്പൊ ഡബ്ല്യു സമം എം ജി എച്ച്. എം 0.1 ഗുണം ജി 10 ഗുണം എച്ച് 1. ഇപ്പൊ ഡബ്ല്യു സമം എം ജി എച്ച് സമം ആൻസർ 1 ജൂൾ. അപ്പൊ എന്താണ് മനസ്സിലായത്? 100 ഗ്രാം മാസുള്ള ഒരു വസ്തുവിനെ 1 മീറ്റർ ഉയർത്തണമെങ്കിൽ നമ്മൾ ചെയ്യേണ്ട പ്രവൃത്തി എന്ന് പറയുന്നത് 1 ജൂൾ ആണ്. അപ്പോ ഏതാണ്ട് പ്രവൃത്തിയെക്കുറിച്ച് ഒരു ധാരണ ഉണ്ടായല്ലോ. ഇനി എന്താണ് പോസിറ്റീവ് പ്രവൃത്തിയും നെഗറ്റീവ് പ്രവൃത്തിയും? പ്രവൃത്തി ചില അവസരങ്ങളിൽ പോസിറ്റീവായും ചില അവസരങ്ങളിൽ നെഗറ്റീവായും പറയാറുണ്ട്. എപ്പോഴാണ് പ്രവൃത്തി പോസിറ്റീവ് എന്ന് പറയുന്നത്? എപ്പോഴാണ് പ്രവൃത്തി നെഗറ്റീവ് എന്ന് പറയുന്നത്? ബലം പ്രയോഗിക്കുന്ന ദിശയിൽ വസ്തുവിന് ചലനമുണ്ടായാൽ അത് പോസിറ്റീവ് വർക്ക് അല്ലെങ്കിൽ പോസിറ്റീവ് പ്രവൃത്തി. ബലം പ്രയോഗിക്കുന്ന ദിശയ്ക്ക് വിപരീത ദിശയിലാണ് വസ്തു ചലിക്കുന്നത് എങ്കിൽ അത് നെഗറ്റീവ് വർക്ക്. ഇപ്പോ ഉദാഹരണത്തിന് ഇവിടെ ഈ വസ്തുവിനെ ഉയർത്തുക. അപ്പൊ പ്രയോഗിക്കുന്ന ബലത്തിന്റെ ദിശയിൽ വസ്തു ചലിക്കുന്നു. അപ്പൊ പ്രയോഗിക്കുന്ന ബലം ചെയ്യുന്ന പ്രവൃത്തി പോസിറ്റീവും, എന്നാൽ ഈ വസ്തുവിന്മേൽ ഭൂമി പ്രയോഗിക്കുന്ന ബലം താഴേക്കാണ്. അപ്പോ ഭൂഗുരുത്വാകർഷണ ബലത്തിനെതിരെയാണ് ഇവിടെ വസ്തു ചലിക്കുന്നത്. അപ്പോ ഭൂഗുരുത്വാകർഷണ ബലം ചെയ്യുന്ന പ്രവൃത്തി നെഗറ്റീവ്. ഒരു വസ്തുവിനെ മുകളിലേക്ക് ഉയർത്തുന്ന സമയത്ത്
ഉയർത്താൻ വേണ്ടി പ്രയോഗിക്കുന്ന ബലം ചെയ്യുന്ന പ്രവൃത്തി പോസിറ്റീവും, എന്നാൽ ഭൂമി പ്രയോഗിക്കുന്ന ആകർഷണ ബലം, ഭൂഗുരുത്വാകർഷണ ബലം ചെയ്യുന്ന പ്രവൃത്തി നെഗറ്റീവുമാണ്. അതുപോലെ ഒരു വസ്തുവിനെ നമ്മൾ തറയിലൂടെ വലിച്ചു കൊണ്ടുപോകുന്നു എന്ന് വിചാരിക്കുക. വലിക്കുന്നതിന് വേണ്ടി പ്രയോഗിക്കുന്ന ബലം, വലിക്കുന്നതിന് വേണ്ടി പ്രയോഗിക്കുന്ന ബലം ചെയ്യുന്ന പ്രവൃത്തി പോസിറ്റീവാണ്. കാരണം വലിക്കുന്ന ദിശയിലാണ് വസ്തുവിന് സ്ഥാനാന്തരം ഉണ്ടാകുന്നത്. എന്നാൽ വസ്തുവിനും തറയ്ക്കും ഇടയിൽ ഉണ്ടാകുന്ന ഘർഷണബലം എല്ലായ്പ്പോഴും ചലനത്തെ എതിർക്കുന്ന ബലമാണ്. ഘർഷണബലം എപ്പോഴും ചലനത്തിന് എതിർദിശയിലായിരിക്കും. ഘർഷണബലം ചെയ്യുന്ന പ്രവൃത്തി നെഗറ്റീവും ആയിരിക്കും. അപ്പോ എന്താണ് പോസിറ്റീവ് വർക്ക്, എന്താണ് നെഗറ്റീവ് വർക്ക് എന്നുള്ള കാര്യം മനസ്സിലായല്ലോ. അപ്പൊ ഇനി നമുക്ക് ഊർജത്തെ കുറിച്ച് ചർച്ച ചെയ്യാം. ഊർജം അഥവാ എനർജി. എന്താണ് ഊർജം? പ്രവൃത്തി ചെയ്യാനുള്ള കഴിവാണ് ഊർജം. നമ്മൾ ഒരു വസ്തുവിന്മേൽ ചെയ്യുന്ന പ്രവൃത്തി അതിൽ ഊർജമായി ശേഖരിക്കപ്പെടുകയാണ്. ഊർജമുള്ള വസ്തുവിന് മാത്രമേ പ്രവൃത്തി ചെയ്യാൻ കഴിയുകയുള്ളൂ. ആ കാര്യം കൂടി നമ്മൾ ഓർക്കണം. തറയിലിരിക്കുന്ന ഒരു വസ്തുവിനെ സംബന്ധിച്ചിടത്തോളം അതിന്റെ ഊർജ നില 0 പരിഗണിക്കുന്നത്. എന്നാൽ മേശപ്പുറത്തിരിക്കുന്ന ഒരു വസ്തു, അല്ലെങ്കിൽ ടെറസിന് മുകളിലിരിക്കുന്ന ഒരു വസ്തു, തെങ്ങിന് മുകളിലിരിക്കുന്ന തേങ്ങ, അതുപോലെ ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന വസ്തുക്കൾ, നമ്മുടെ കെട്ടിടങ്ങളുടെ മുകളിലുള്ള ടാങ്കിലെ വെള്ളം, ഇതിനെല്ലാം ഊർജമുണ്ട്, നമുക്കറിയാം. അവയ്ക്ക് പ്രവൃത്തി ചെയ്യാനും സാധിക്കും. അപ്പൊ നമ്മൾ ഒരു വസ്തുവിന്മേൽ ചെയ്യുന്ന പ്രവൃത്തി ആ വസ്തുവിൽ ഊർജമായി ശേഖരിക്കപ്പെടുകയാണ്. പലതരത്തിലുള്ള ഊർജ രൂപങ്ങളെ നമ്മൾ പരിചയപ്പെട്ടിട്ടുണ്ട്. ശബ്ദ ഊർജം, പ്രകാശ ഊർജം, സൗര ഊർജം, കാന്തിക ഊർജം, രാസ ഊർജം, അങ്ങനെ ഗതിക ഊർജം, യാന്ത്രികോർജം, അങ്ങനെ പലതരത്തിലുള്ള പല രൂപത്തിലുള്ള ഊർജം നമുക്ക് പരിചിതമാണ്. എന്താണ് ഈ ഊർജത്തിന്റെ യൂണിറ്റ്? ഊർജം അളക്കുന്നത് ഏത് യൂണിറ്റ് ഉപയോഗിച്ചാണ്? ഊർജത്തിന്റെ അളവും പ്രവൃത്തിയുടെ അളവും തുല്യമാണ്. പ്രവൃത്തി 100 ജൂൾ, ഒരു വസ്തുവിന്മേൽ 100 ജൂൾ പ്രവൃത്തി ചെയ്തു എന്ന് പറഞ്ഞാൽ 100 ജൂൾ ഊർജം ആ വസ്തുവിന് ലഭിച്ചു എന്നാണ്. അപ്പോ ആ 100 ജൂൾ തീരുന്നത് വരെ ആ വസ്തുവിന് പ്രവൃത്തി ചെയ്യാൻ സാധിക്കും. പ്രവൃത്തിയുടെയും ഊർജത്തിന്റെ അളവ് ഒന്നായതുകൊണ്ട് പ്രവൃത്തിയുടെയും ഊർജത്തിന്റെയും യൂണിറ്റും ഒന്ന് തന്നെ, ഒരുപോലെ തന്നെയാണ്, ജൂൾ അല്ലെങ്കിൽ ന്യൂട്ടൺ മീറ്റർ. അക്കാര്യം പ്രത്യേകം ഓർമ്മിക്കുക. ഇനി നമുക്ക് ഏറ്റവും പരിചിതമായ ഒരു ഊർജ രൂപത്തെക്കുറിച്ച് വിശദമായി പഠിക്കുകയാണ്. യാന്ത്രികോർജം, മെക്കാനിക്കൽ എനർജി. ഈ മെക്കാനിക്കൽ എനർജിയുടെ അല്ലെങ്കിൽ യാന്ത്രികോർജത്തിന്റെ 2 രൂപങ്ങളാണ് ഗതിക ഊർജവും സ്ഥിതികോർജവും. ഗതിക ഊർജം കൈനറ്റിക് എനർജി എന്ന് പറയും, സ്ഥിതികോർജം പൊട്ടൻഷ്യൽ എനർജി. സ്ഥിതികോർജവും ഗതികോർജവും യാന്ത്രികോർജത്തിന്റെ, മെക്കാനിക്കൽ എനർജിയുടെ 2 രൂപങ്ങളാണ്. ഇവയ്ക്കൊരു പ്രത്യേകതയുണ്ട്. എളുപ്പത്തിൽ പരസ്പരം മാറാൻ സാധിക്കും. ഗതികോർജത്തിന് സ്ഥിതികോർജമായി മാറാനും സ്ഥിതികോർജത്തിന് ഗതികോർജമായി മാറാനും എളുപ്പത്തിൽ സാധിക്കും. ഓരോ ഊർജ രൂപങ്ങളായി നമുക്ക് ചർച്ച ചെയ്യാം. എന്താണ് ഗതികോർജം? ഒരു വസ്തുവിന് ചലനം കൊണ്ട് ലഭിക്കുന്ന, ചലനം മുഖേന ലഭിക്കുന്ന ഊർജ രൂപമാണ് ഗതികോർജം. മാസുള്ള ഒരു വസ്തു,
m കിലോഗ്രാം മാസുള്ള ഒരു വസ്തു v പ്രവേഗത്തോടെ ചലിക്കുന്നു എന്ന് കരുതുക. എങ്കിൽ ആ വസ്തുവിന്റെ ഗതികോർജം, കൈനറ്റിക് എനർജി നമ്മൾ KE എന്ന് സൂചിപ്പിക്കും. എത്രയാണെന്ന് നോക്കാം. വസ്തുവിന്റെ മാസ് m, പ്രവേഗം v. അങ്ങനെയാണെങ്കിൽ ആ വസ്തുവിന് ലഭിക്കുന്ന കൈനറ്റിക് എനർജി, ഗതികോർജം സമം ഹാഫ് mv സ്ക്വയർ ആണ്. ഹാഫ് mv സ്ക്വയർ. m വസ്തുവിന്റെ മാസ് അഥവാ പിണ്ഡം, v വസ്തുവിന്റെ പ്രവേഗം. അപ്പൊ ഇവിടെ ഒരു കാര്യം പ്രത്യേകം മനസ്സിലാക്കേണ്ടത്, ഈ കൈനറ്റിക് എനർജി രണ്ട് ഘടകങ്ങളെയാണ് ആശ്രയിച്ചിരിക്കുന്നത്. ഒന്ന് മാസ്, പിന്നൊന്ന് പ്രവേഗം. മാസിന്റെ ഒന്നാം കൃതി, മാസിന്റെ പവർ ഇവിടെ ഒന്നാണ്, അതേസമയം പ്രവേഗത്തിന്റെ പവർ 2. അപ്പോ പ്രവേഗം എത്രത്തോളം കൂടുന്നുവോ കൈനറ്റിക് എനർജി അത്രത്തോളം കൂടുന്നു. അതായത് കൈനറ്റിക് എനർജി പ്രവേഗത്തിന്റെ രണ്ടാം കൃതിക്ക് ആനുപാതികമാണ്. അതുകൊണ്ടാണ് വളരെ വേഗത്തിൽ ഓടുന്ന വാഹനങ്ങൾ കൂടുതൽ അപകടം സൃഷ്ടിക്കുന്നത്. കാരണം അവയുടെ ഊർജം വളരെ കൂടുതലാണ്. സാവധാനത്തിൽ പോകുമ്പോഴും വളരെ വേഗത്തിൽ പോകുമ്പോഴും മാസിന് യാതൊരു വ്യത്യാസവും ഇല്ല, മാസ് സ്ഥിരമാണ്. എന്നാൽ വേഗത്തിൽ പോകുമ്പോഴോ പ്രവേഗം വളരെ കൂടുന്നു. അപ്പൊ എന്താ? എനർജി വളരെയധികം കൂടും. കാരണം പ്രവേഗത്തിന്റെ രണ്ടാം കൃതിക്ക് ആനുപാതികമാണ് കൈനറ്റിക് എനർജി. അക്കാര്യം നമ്മൾ ഓർമ്മിക്കേണ്ട ഒരു കാര്യമാണ്. നമുക്ക് ഗതികോർജം കണ്ടുപിടിക്കുന്നതിന് ഒരു ഗണിത പ്രശ്നം നിർദ്ധാരണം ചെയ്യാം. 1 കിലോഗ്രാം മാസുള്ള ഒരു വസ്തു 10 മീറ്റർ പെർ സെക്കൻഡ് വേഗതയിൽ സഞ്ചരിക്കുന്നു എന്ന് കരുതുക. 1 കിലോഗ്രാം മാസുള്ള വസ്തു 10 മീറ്റർ പെർ സെക്കൻഡ് വേഗതയിൽ സഞ്ചരിക്കുന്നു. അപ്പോ m സമം 1 കിലോഗ്രാം, v സമം 10 മീറ്റർ പെർ സെക്കൻഡ്. അങ്ങനെയാണെങ്കിൽ ഗതികോർജം KE സമം 2/1 ഗുണം m. m എത്രയാണ്? 1 കിലോഗ്രാം ഗുണം v. v 10 സ്ക്വയർ, v സ്ക്വയർ സമം 1 ഗുണം 1 ഗുണം 10ന്റെ സ്ക്വയർ 100 ഭാഗം 2 സമം 50 ജൂൾ എന്ന് കിട്ടും. അപ്പോ 1 കിലോഗ്രാം മാസുള്ള ഒരു വസ്തു 10 മീറ്റർ പെർ സെക്കൻഡ് പ്രവേഗത്തോടെ സഞ്ചരിക്കുകയാണെങ്കിൽ ആ വസ്തുവിന്റെ ഗതികോർജം 50 ജൂൾ ആണ്. ഒന്ന് ആലോചിച്ച് നോക്കൂ. ഇവിടെ 10 മീറ്റർ പെർ സെക്കൻഡിന് പകരം 100 മീറ്റർ പെർ സെക്കൻഡ് ആണ് പ്രവേഗമെങ്കിൽ കൈനറ്റിക് എനർജി എന്തുമാത്രം വർദ്ധിക്കും എന്ന് നോക്കുക. അപ്പോ കൈനറ്റിക് എനർജി അഥവാ ഗതികോർജം വസ്തുവിന്റെ പ്രവേഗത്തിന്റെ സെക്കൻഡ് പവർ, രണ്ടാം കൃതിക്ക് ആനുപാതികമാണ്, മാസിന്റെ ഒന്നാം കൃതിക്ക്. യാന്ത്രികോർജത്തിന്റെ രണ്ടാമത്തെ രൂപമാണ് സ്ഥിതികോർജം. ഒരു വസ്തുവിന് സ്ഥിതികോർജം ലഭിക്കുന്നത് എപ്പോഴാണ്? ഒരു വസ്തുവിനെ ഉയർത്താൻ നമ്മൾ പ്രവൃത്തി ചെയ്യണം എന്ന് പറഞ്ഞു. അങ്ങനെ ഉയർത്തി ഏറ്റവും മുകളിലത്തെ സ്ഥാനത്തെത്തുമ്പോൾ ചെയ്യുന്ന പ്രവൃത്തി മുഴുവനും ആ വസ്തുവിൽ സ്ഥിതികോർജമായി ശേഖരിക്കപ്പെട്ട് കഴിയും. അപ്പൊ ഒരു വസ്തുവിനെ ഉയർത്താൻ വേണ്ട പ്രവൃത്തി നമ്മൾ പഠിച്ചു. m മാസുള്ള ഒരു വസ്തുവിനെ h ഉയരത്തിലേക്ക് കൊണ്ടുപോകാൻ ചെയ്യേണ്ട പ്രവൃത്തി W സമം mgh. ഈ പ്രവൃത്തി മുഴുവനും ആ വസ്തുവിൽ
സ്ഥിതികോർജമായി ശേഖരിക്കപ്പെടുന്നു. അപ്പൊ സ്ഥിതികോർജത്തിന്റെ യൂണിറ്റും ജൂൾ തന്നെയാണ്. അപ്പൊ ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഒരു വസ്തുവിനെ സംബന്ധിച്ചിടത്തോളം മാസ് സ്ഥിരമാണ്. ഭൂഗുരുത്വാകർഷണ ബലം മുഖേന ഉണ്ടാവുന്ന ത്വരണം, ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി, അതും സ്ഥിരമാണ്. പിന്നെ എന്തിനാണ് വ്യത്യാസം വരിക? ഉയരത്തിന്. അപ്പൊ ഉയരം കൂടുന്നതിനനുസരിച്ച്, ഉയരം എത്രത്തോളം കൂടുമോ അത്രയും സ്ഥിതികോർജവും കൂടും. നമുക്കൊരു പ്രശ്നം നിർദ്ധാരണം ചെയ്ത് നോക്കാം. 40 കിലോഗ്രാം മാസുള്ള ഒരു വസ്തു തറയിൽ നിന്ന് 5 മീറ്റർ ഉയരത്തിൽ സ്ഥിതി ചെയ്യും എങ്കിൽ ഈ വസ്തുവിന്റെ സ്ഥിതികോർജം എത്രയാണ്? 40 കിലോഗ്രാം മാസുള്ള ഒരു വസ്തു തറയിൽ നിന്ന് 5 മീറ്റർ ഉയരത്തിൽ സ്ഥിതി ചെയ്യുകയാണ്. നമുക്കൊന്ന് നിർദ്ധാരണം ചെയ്യാം. ഇവിടെ എം സമം 40 കിലോഗ്രാം. ജിയുടെ വില 9.8 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണ്. കാൽക്കുലേഷൻ എളുപ്പത്തിനായി 10 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ എന്ന് നമ്മൾ എടുക്കുക. അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു 10 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. എച്ച് സമം 5 മീറ്റർ. അപ്പോ പൊട്ടൻഷ്യൽ എനർജി PE സമം mgh സമം 40 ഗുണം G 10 ഗുണം 5 സമം 4 ഗുണം 5 20 20. അപ്പൊ 200 ജൂൾ. 2000 ജൂൾ. അപ്പോ 40 കിലോഗ്രാം മാസുള്ള ഒരു വസ്തു 5 മീറ്റർ ഉയരത്തിൽ സ്ഥിതി ചെയ്യുകയാണെങ്കിൽ ആ വസ്തുവിന് ഉള്ള അല്ലെങ്കിൽ ലഭ്യമായിരിക്കുന്ന ആ വസ്തുവിൽ അടങ്ങിയിരിക്കുന്ന സ്ഥിതികോർജം എന്ന് പറയുന്നത് 2000 ജൂളാണ്. സ്ഥിതികോർജം 2000 ജൂൾ. അപ്പോ 40 കിലോഗ്രാം മാസുള്ള വസ്തു ഏറ്റവും ഉയർന്ന സ്ഥാനത്ത് 5 മീറ്റർ മുകളിൽ ഇരിക്കുമ്പോൾ അതിന്റെ സ്ഥിതികോർജം എത്രയാണ്? 2000 ജൂൾ. അതിന്റെ പ്രവേഗം എത്രയാണ്? 0. അപ്പോൾ അതിന്റെ ഗതികോർജമോ 0. അപ്പോ ഒരു വസ്തുവിന്റെ ആകെ ഊർജം കണക്കാക്കുന്നത് ഗതികോർജം പ്ലസ് സ്ഥിതികോർജം എന്നാണ്. ആകെ ഗതികോർജം പ്ലസ് ആകെ സ്ഥിതികോർജം. ഏറ്റവും ഉയരത്തിലായിരിക്കുമ്പോൾ പൊട്ടൻഷ്യൽ എനർജി സ്ഥിതികോർജം 2000 ജൂൾ, ഗതികോർജം 0. ആകെ ഊർജം സമം 2000 ജൂൾ. 2000 പ്ലസ് 0 2000 ജൂൾ എന്ന് കിട്ടും. ഈ വസ്തു താഴേക്ക് വീഴുമ്പോഴോ ഉയരം കുറഞ്ഞു വരുന്നു. 5 മീറ്റർ എന്നുള്ളത് കുറേശ്ശെ കുറഞ്ഞു വരും. 5 മീറ്റർ ഉയരം എന്നുള്ളത് 4 മീറ്റർ 3 മീറ്റർ 2 മീറ്റർ എന്നിങ്ങനെ കുറഞ്ഞു വരും. അപ്പൊ എന്താ സംഭവിക്കുക? എച്ചിന് വേരിയേഷൻ ഉണ്ടാവുന്നു. എച്ച് കുറയുന്നു, ഉയരം കുറയുന്നു. എന്ത് കൂടും? എന്ത് കുറയും? പൊട്ടൻഷ്യൽ എനർജി കുറയും. സ്ഥിതികോർജം കുറയുകയും താഴേക്ക് വരുന്നതിനനുസരിച്ച് വീഴുന്നതിനനുസരിച്ച് പ്രവേഗം കൂടുന്നത് കൊണ്ട് വസ്തുവിന്റെ ഗതികോർജം കൂടുകയും ചെയ്യും. ഏത് സമയത്തും ആകെ ഊർജം സ്ഥിരമായിരിക്കും. ഏത് സമയത്തും ഏത് സ്ഥലത്ത് വെച്ചും താഴേക്ക് വീഴുന്ന അവസരത്തിൽ ഏത് സ്ഥാനത്ത് വെച്ചും ആകെ ഊർജം കണ്ടുപിടിച്ചാൽ 2000 ജൂൾ എന്ന് തന്നെ കിട്ടും. അതാണ് ഊർജ സംരക്ഷണ നിയമം. ഒരു രൂപത്തിലുള്ള ഊർജം മറ്റൊരു രൂപത്തിലേക്ക് അതേ അളവിൽ മാറ്റാനേ സാധിക്കത്തുള്ളൂ. ഊർജത്തെ നശിപ്പിക്കാനോ പുതുതായിട്ട് നിർമ്മിക്കുവാനോ സാധ്യമല്ല. ഇതാണ് ഊർജ സംരക്ഷണ നിയമം. ഊർജത്തെ നശിപ്പിക്കുവാനോ പുതുതായി നിർമ്മിക്കുവാനോ സാധ്യമല്ല. പിന്നെ എന്തിനാണ് സാധിക്കുക? ഒരു രൂപത്തിലുള്ള ഊർജത്തെ മറ്റൊരു രൂപത്തിലേക്ക് മാറ്റാം. ഇവിടെ ഇപ്പോ എന്താ? വസ്തു താഴേക്ക് വീഴുമ്പോൾ സ്ഥിതികോർജം ഗതികോർജമായി മാറുന്നു. എന്നാൽ മുകളിലേക്ക് ഉയർത്തുന്ന സമയത്തോ
മുകളിലേക്ക് പോകുമ്പോൾ ചലിച്ചുകൊണ്ടിരിക്കുന്നു. ഗതികോർജം സ്ഥിതികോർജമായി മാറുകയാണ്. ആ രണ്ടും പ്രത്യേകം ഓർമ്മിക്കണം. ഇനി ഈ 2000 ജൂൾ സ്ഥിതികോർജമുള്ള വസ്തു താഴേക്ക് വീഴുന്നുകൊണ്ടിരിക്കുമ്പോൾ, താഴേക്ക് വന്നുകൊണ്ടിരിക്കുമ്പോൾ, വീണുകൊണ്ടിരിക്കുമ്പോൾ അതിന്റെ സ്ഥിതികോർജം കുറയുന്നു, ഗതികോർജം കൂടുന്നു. തറയിൽ തൊടുന്ന നിമിഷം, തറയിൽ തട്ടുന്ന നിമിഷം ആ വസ്തു എച്ചിന്റെ വില mgh ൽ h ഈസ് ഈക്വൽ ടു 0. അപ്പോ സ്ഥിതികോർജം 0. എന്താണ് മാക്സിമം? പ്രവേഗം വളരെ കൂടുന്നു. പ്രവേഗം കൂടുന്നത് കൊണ്ട് ഗതികോർജം വളരെ കൂടുതലായിരിക്കും. പ്രവേഗം വളരെ കൂടുന്നത് കൊണ്ട് ഗതികോർജം വളരെ കൂടുന്നു. തറയിൽ തട്ടുന്ന നിമിഷം സ്ഥിതികോർജം 0, ഗതികോർജം 2000 ജൂൾ. ആകെ ഊർജം 2000 ജൂൾ. സ്ഥിതികോർജം പ്ലസ് ഗതികോർജം സമം 2000 ജൂൾ. ഇക്കാര്യം പ്രത്യേകം മനസ്സിലാക്കണം. ഊർജ സംരക്ഷണ നിയമം അനുസരിച്ച് ഒരു വസ്തുവിന്റെ ഊർജം ഒരു രൂപത്തിൽ നിന്ന് മറ്റു രൂപത്തിലേക്ക് മാറുന്നു എന്ന് മാത്രം. അത് കൂടുതലായി ഉണ്ടാകുന്നുമില്ല, പുതുതായി ഉണ്ടാകുന്നുമില്ല, ഉള്ളതിനെ നമുക്ക് നശിപ്പിക്കാനും സാധ്യമല്ല. പ്രകൃതിയിലെ എല്ലാ ഊർജത്തിന്റെയും മുഖ്യ സ്രോതസ്, പ്രകൃതിയിലെ ആകെ ഊർജത്തിന്റെ സ്രോതസ് എന്ന് പറയുന്നത് സൂര്യനാണ്. എല്ലാ ഊർജത്തിന്റെയും സ്രോതസ് സൂര്യനാണ്. ഭൂമിയിൽ സൂര്യനിൽ നിന്ന് എത്തുന്ന പ്രകാശവും താപവും, പ്രകാശോർജവും താപോർജവും. സൂര്യപ്രകാശത്തിന് താപം നൽകുന്നത് ഏത് കിരണമാണെന്നറിയാമോ? ഇൻഫ്രാറെഡ് വികിരണങ്ങൾ. അപ്പൊ ഇൻഫ്രാറെഡ് വികിരണങ്ങളാണ് സൂര്യപ്രകാശത്തിന് താപം നൽകുന്നത്, ചൂട് നൽകുന്നത്. ഈ താപവും പ്രകാശവുമാണ്. ഇത് അല്ലാതെയും ധാരാളം കോസ്മിക് കിരണങ്ങൾ ഭൂമിയിലേക്ക് വരുന്നുണ്ട്. ഈ സൗരോർജം ഇതെല്ലാം ചേർന്നതാണ് കോസ്മിക് കിരണങ്ങളും പ്രകാശവും താപവും താപവികിരണങ്ങളും എല്ലാം ചേർന്നതാണ് നമ്മൾ സൗരോർജം എന്ന് പറയുന്നത്. ഈ സൗരോർജമാണ് പ്രകൃതിയിലെ എല്ലാ പ്രതിഭാസങ്ങൾക്കും കാരണം. എല്ലാ ജീവജാലങ്ങൾക്കും ഊർജം ലഭിക്കുന്നത് സൗരോർജത്തിൽ നിന്നാണ്. അതാണ് മുഖ്യ ഊർജ ഉറവിടം സൗരോർജം ആണെന്ന് പറഞ്ഞത്. പ്രകൃതിയിൽ കാറ്റുണ്ടാവണമെങ്കിൽ, കാറ്റ് നമുക്കറിയാം, ഏതെങ്കിലും ഒരു ഭാഗത്ത് വായു ചൂടുപിടിച്ച് വികസിക്കുന്നു, അവിടെ മർദ്ദം കുറയുന്നു, അവിടേക്ക് ചുറ്റുമുള്ള പ്രദേശത്ത് നിന്ന് ചൂട് കുറഞ്ഞ വായു തള്ളിക്കയറുന്നു. ഇതാണ് കാറ്റിന് കാരണം. അതുകൊണ്ടാണ് പകൽ സമയത്ത് കടൽക്കാറ്റും രാത്രി കരക്കാറ്റും ഉണ്ടാകുന്നത്. ഇതെല്ലാം നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പൊ കാറ്റുണ്ടാവണമെങ്കിലും സൗരോർജം വേണം. അതുപോലെ മഴ പെയ്യണമെങ്കിൽ താപവികിരണങ്ങൾ, സൗരോർജത്തിലുള്ള താപം കൊണ്ട് വെള്ളം, കരയിലും കടലിലും ഉള്ള വെള്ളം, ജലം നീരാവിയായി മുകളിലേക്ക് ഉയർന്ന് മേഘങ്ങളായി രൂപപ്പെടുന്നു. ആ മേഘങ്ങൾ സാന്ദ്രീകരിച്ചാണ് മഴയായി താഴേക്ക് വീഴുന്നത്. അപ്പൊ മഴ പെയ്യണമെങ്കിലും സൗരോർജമാണ് വേണ്ടത്. ഇനി നമുക്ക് സസ്യങ്ങൾ ഭക്ഷണം പാചകം ചെയ്യും, നമ്മൾ പഠിച്ചിട്ടുണ്ട്. ജീവജാലങ്ങൾക്ക് ആവശ്യമായ എല്ലാ ഭക്ഷണവും ഉൽപ്പാദിപ്പിക്കുന്നത് ആരാണ്? സസ്യങ്ങളാണ്. എന്താ ആ ഒരു പ്രക്രിയയ്ക്ക് ഒരു പേരുണ്ടല്ലോ, പ്രകാശ സംശ്ലേഷണം. പ്രകാശ ഊർജം, സൗരോർജം ഉപയോഗിച്ചാണ് ഇലകൾ ഭക്ഷണം, അന്നജം പാചകം ചെയ്യുന്ന, അന്നജം രൂപീകരിക്കുന്നു, ഉൽപ്പാദിപ്പിക്കുന്നു, നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഈ അന്നജമാണ് ഇലകളിലും കായ്കളിലും ചെടിയുടെ അല്ലെങ്കിൽ സസ്യങ്ങളുടെ തണ്ടിലും വേരിലും എല്ലാം രാസോർജമായി ശേഖരിക്കപ്പെട്ടിരിക്കുന്നു. ഇത് നമ്മൾ വിറക് കത്തിക്കുമ്പോൾ ആ രാസോർജമാണ് നമുക്ക് പ്രകാശവും താപവുമായി, കൂടുതലും താപമായിട്ട് ലഭിക്കുന്നത്. മണ്ണിന് അടിയിൽ അകപ്പെട്ടു പോയ, കോടിക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് മണ്ണിന് അടിയിൽ അകപ്പെട്ടു പോയ
സസ്യങ്ങളുടെയും ജന്തുക്കളുടെയും അവശിഷ്ടങ്ങളാണ് കാലക്രമേണ ഫോസിൽ ഇന്ധനങ്ങളായി മാറിയത്. ഫോസിൽ ഇന്ധനങ്ങളിലും ഈ സൗരോർജം തന്നെയാണ് രാസോർജമായി ശേഖരിക്കപ്പെട്ടിരിക്കുന്നത്. നമ്മൾ ഈ ഇന്ധനങ്ങൾ ഉപയോഗിക്കുമ്പോൾ ഈ രാസോർജം, കെമിക്കൽ എനർജി എന്തായിട്ട് മാറുന്നു? നമുക്ക് ആവശ്യമുള്ള ഊർജ്ജരൂപമായിട്ട് മാറുന്നു, യാന്ത്രികോർജമായിട്ട് മാറുന്നു. അതിനെ നമുക്ക് ഗതികോർജമായിട്ട് മാറ്റാം. ആ ഗതികോർജത്തിനെ വീണ്ടും യാന്ത്രികോർജമാക്കി മാറ്റാം. അതിനെ വൈദ്യുതോർജം ഉൽപ്പാദിപ്പിക്കുന്നതിന് നമുക്ക് ഉപയോഗിക്കാം. ഈ വൈദ്യുതോർജത്തിന്റെ മേന്മ എന്താണ്? മറ്റു ഊർജ രൂപങ്ങൾക്കില്ലാത്ത ഒരു സവിശേഷ ഗുണം വൈദ്യുതോർജത്തിനുണ്ട്. എന്താണത്? യഥേഷ്ടം മറ്റു ഊർജ രൂപങ്ങളാക്കി മാറ്റാം. ഒരു ഹീറ്ററിലൂടെ വൈദ്യുതി കടന്നു പോകുമ്പോൾ താപോർജമായി മാറുന്നു, വൈദ്യുതോർജം താപോർജമായി മാറുന്നു. ഒരു റേഡിയോയിലൂടെ വൈദ്യുതി കടന്നു പോകുമ്പോൾ വൈദ്യുതോർജം ശബ്ദോർജമായി മാറുന്നു. ടി വിയിലൂടെ പോകുമ്പോൾ ശബ്ദവും പ്രകാശവുമായി മാറുന്നു. ഒരു മോട്ടോറിലൂടെ കടന്നു പോകുമ്പോൾ വൈദ്യുതോർജം യാന്ത്രികോർജമായി മാറുന്നു. അപ്പൊ യഥേഷ്ടം മറ്റ് ഊർജ രൂപങ്ങളാക്കി മാറ്റാം എന്നുള്ളത് തന്നെയാണ് വൈദ്യുതോർജത്തിന്റെ മേന്മ. വൈദ്യുതോർജത്തെ നിയന്ത്രിച്ച് നമുക്ക് ഉപയോഗിക്കാം എന്നുള്ളതാണ് മറ്റൊരു മേന്മ. അപ്പോ പ്രകൃതിയിലെ എന്ത് പ്രവൃത്തി ചെയ്യണമെങ്കിലും നമുക്ക് ഊർജം ആവശ്യമാണ്. ഊർജം ആവശ്യത്തിന് നമുക്ക് ലഭ്യമാകണമെങ്കിൽ നമുക്ക് ഊർജം സംരക്ഷിക്കേണ്ടതായിട്ടുണ്ട്. അതിനാണ് നമ്മുടെ വിവിധ ഏജൻസികൾ, സർക്കാരുകൾ പലതരത്തിലുള്ള ഊർജ സംരക്ഷണ ഉപാധികളും മുന്നോട്ട് വയ്ക്കുന്നത്. അനർട്ട് പോലുള്ള സ്ഥാപനങ്ങൾ സൗരോർജം പരമാവധി പ്രയോജനപ്പെടുത്തുന്നതിന് വേണ്ടി ഉപകരണങ്ങൾ രൂപകൽപ്പന ചെയ്തിട്ടുണ്ട്. മറ്റൊരു ടോപ്പിക്കുമായി നമുക്ക് അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം.